वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഓഗസ്റ്റ് മാസത്തിലുള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ SMECT ഒരുക്കിയിട്ടുണ്ട്. ഈ ശാസ്ത്രം പഠിക്കാൻ പ്രത്യേകിച്ച് ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. താല്പര്യം ഒന്ന് മാത്രം മതി. പിന്നെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും പഠിക്കാതെ തന്നെ വളരെ ലളിതമായിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ബേസിക് കോഴ്സ് വെറും 6 മാസം കൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും. ആഗ്രഹമുള്ളവർ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഓഗസ്റ്റ് മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. അതായത് മിഥുന രാശിയിൽ വ്യാഴവും ശുക്രനും, കർക്കിടക രാശിയിൽ ബുധനും സൂര്യനും, ചിങ്ങത്തിൽ കേതുവും, കന്നിയിൽ കുജനും, തുലാം രാശിയിൽ ചന്ദ്രനും, കുംഭത്തിൽ സർപ്പിയും, മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില. ഇതിൽ ശനി ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. മാസമധ്യത്തോടുകൂടി സൂര്യൻ ചിങ്ങരാശിയിലേക്ക് മാറും. പിന്നെ ചന്ദ്രൻ 2.25 ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്കായി മാറിക്കൊണ്ട് 12 രാശികളിലായിട്ട് സഞ്ചരിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന സമ്പൂർണ്ണ ഫലങ്ങളെക്കുറിച്ച് പറയാം. ഇതൊരു പൊതുവായ ഫലമാണ്. വൃശ്ചികം രാശിയിലുള്ള വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും, അതേപോലെ തന്നെ വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും, പിന്നെ വ്യാഴത്തിൻ്റെ ദശ, ശനിയുടെ ദശ, ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ കുജൻ സർവാഭിഷ്ടസ്ഥാനമായ ലാഭസ്ഥാനസ്ഥിതി എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായ ഒരു മാസമൊക്കെയാണ്. പ്രത്യേകിച്ച് സ്ഥിര സ്വത്തൊക്കെ ഉണ്ടാകും. പിന്നെ സ്ഥിരമായ സ്വത്തിൽ നിന്ന് വരുമാനം ഉണ്ടാകാനുള്ള ഒരു യോഗമൊക്കെയാണ് കാണുന്നത്. മാസമധ്യത്തിന് ശേഷം സർക്കാർ നിമിത്തമുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അവയെല്ലാം ലഭിക്കാനുള്ളൊരു യോഗമൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും ധൈര്യത്തോടു കൂടിയും ഉന്മേഷത്തോടു കൂടിയൊക്കെ ചെയ്തു തീർക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾക്കുള്ള യോഗവും ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് സംബന്ധിച്ച ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ രാശി ലഗ്നക്കാർക്ക് വളരെയധികം ലാഭം കിട്ടുന്നൊരു മാസമൊക്കെയാണ്. വ്യാഴവും ശുക്രനും അഷ്ടമത്തിലല്ലേ, പിന്നെ എങ്ങനെയാണ് ഈ ലാഭമൊക്കെ ഉണ്ടാകുക എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അഷ്ടമം ധനഭാവത്തിന് എതിരായ ഒരു ഭാവമൊന്നുമല്ല. അഷ്ടമ വ്യാഴം ആരോഗ്യകാര്യത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലും ഒക്കെയാണ് പ്രശ്നമുണ്ടാക്കുകയുള്ളൂ. അതായത് ആന്തരികമായ കാര്യങ്ങൾക്കാണ് കൂടുതൽ ദോഷം ചെയ്യുകയുള്ളൂ. ധനപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ദോഷമൊന്നും ചെയ്യില്ല. അതായത് ജോലിയിൽ അധ്വാനം കൂടുതലൊക്കെ ഉണ്ടാകും. എടുത്തു പറയാനുള്ളത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭത്തിനുള്ള യോഗമാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും സംയോജിതമായി ചിന്തിച്ചൊക്കെ പ്രവർത്തിക്കും. ആരുടെ ഉപദേശവും സ്വീകരിക്കാൻ ഒട്ടും കൂട്ടാക്കുകയില്ല. മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് വലിയ മിടുക്കൊക്കെ ആയിരിക്കും. മുൻകോപം നിയന്ത്രിക്കണം. കലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും ചില അപമാനത്തെയും നേരിടേണ്ടതായിട്ട് വരും. എല്ലാ കാര്യങ്ങളും ഗവേഷണ മനോഭാവത്തോടു കൂടി മാത്രമേ നോക്കിക്കാണുകയുള്ളൂ. സമൂഹത്തിൽ നിന്ന് ചില എതിർപ്പുകളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച്
സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെയാണ് നേരിടേണ്ടതായിട്ട് വരിക. കടമൊക്കെ കൊടുക്കുന്നവർക്ക് 1-2 വട്ടം ആലോചിക്കേണ്ട ഒരു സമയമൊക്കെയാണ്. അതായത് കടം കൊടുത്താൽ തിരിച്ചു കിട്ടുകയില്ല. സ്ത്രീകളാൽ ചില അപമാനങ്ങളും ചില വിഷമങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അലങ്കാര വസ്തുക്കളാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ടാകും. അതായത് മുഖം ഫേഷ്യലൊക്കെ ചെയ്യുക, എന്തെങ്കിലും ക്രീമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അവ മൂലം മുഖത്ത് അലർജിയോ എന്തെങ്കിലും പാടുകളോ ഒക്കെ വരാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത്. ദീർഘദൂര യാത്രയ്ക്കുള്ളൊരു യോഗവും കാണുന്നുണ്ട്. ഉല്ലാസപരമായ കാര്യങ്ങൾക്കായിട്ടും യാത്രകളുണ്ടാകും. അതേപോലെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടും യാത്രകളുണ്ടാകും. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലം തന്നെയാണ്. വിദേശത്ത് ജോലിയൊക്കെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ജോലിയൊക്കെ ലഭിക്കാനുള്ള യോഗമൊക്കെ കാണുന്നു. യന്ത്രസംബന്ധമായ വലിയ വലിയ തൊഴിലൊക്കെ ചെയ്യാനുള്ള യോഗമാണ് കാണുന്നത്. ഈ രാശി ലഗ്നത്തിലുള്ള പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ജോലിയിൽ അധ്വാനം കൂടുതലൊക്കെ ഉണ്ടാകും. മനസ്സിന് ഇഷ്ടപ്പെടാത്ത ജോലികളൊക്കെ ചെയ്യേണ്ടതായിട്ടും വരും. പൂർവികരുടെ അനുഗ്രഹമുള്ളൊരു മാസമൊക്കെയാണ്. കമ്മീഷൻ ബേസിസിലുള്ള തൊഴിലുകളൊക്കെ ചെയ്യാൻ താല്പര്യം വർദ്ധിക്കും. സർവീസ് പരമായ ജോലികളിൽ കഴിവ് തെളിയിക്കാനൊക്കെ കഴിയും. ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും സ്ഥാനചലനത്തിനുമൊക്കെ ഉള്ള യോഗമാണ് കാണുന്നത്. ജോലിഭാരം വർദ്ധിക്കും. 1-ൽ കൂടുതൽ ചുമതലകളൊക്കെ ഏറ്റെടുത്തിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമൊക്കെയാണ്. ചിന്തയിലും പ്രവൃത്തിയിലും വേഗത വർദ്ധിക്കും. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്കുള്ള യോഗം കാണുന്നുണ്ട്. വാക്കുകൾക്ക് പ്രതീക്ഷിക്കുന്ന അംഗീകാരം ലഭിക്കുകയില്ല. അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും. പരിശ്രമങ്ങൾക്കൊക്കെ മന്ദനില അനുഭവപ്പെടും. സഹോദരങ്ങളുമായി നല്ല ബന്ധം തന്നെയാണ് ഉണ്ടാവുക. സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല. പിന്നെ ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാനൊക്കെ സമയം വളരെ അനുകൂലം തന്നെയാണ്. മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം തന്നെയാണ് ഉണ്ടാവുക. മാതാവ് നിമിത്തം ധനവരവിനുള്ള യോഗവും കൂടിയുണ്ട്. സന്താനങ്ങളാൽ വിഷമങ്ങൾ അനുഭവിക്കേണ്ട ഒരു മാസം തന്നെയാണ്. സന്താനങ്ങൾക്കായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകും. സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമായിട്ടും കാണുന്നില്ല. പൂർവ്വജന്മപരമായി ചെയ്ത തിന്മയുടെ ഫലങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു മാസം കൂടിയാണ്. എല്ലാ കാര്യത്തിലും ആത്മസംതൃപ്തി കുറവ് ഉണ്ടാകും. ആരോഗ്യനില അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല. പിന്നെ കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലമല്ല. ഏത് കാര്യവും 1-2 വട്ടം ആലോചിച്ച് ചെയ്യേണ്ട ഒരു മാസമാണ്. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്കാണെങ്കിൽ വിവാഹത്തിന് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവൊക്കെ ഉണ്ടാകും. പിതാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ്. കർമ്മപരമായ കാര്യങ്ങളിൽ സമയം അനുകൂലമാണ്. ഉറ്റമിത്രങ്ങൾ, മൂത്ത സഹോദരങ്ങളോ മരുമക്കളോ ഒക്കെ തക്ക സമയത്ത് സഹായിക്കും. സംഘങ്ങൾ, ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർ പ്രത്യേക ചുമതലകളൊക്കെ ഏൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തുകൊണ്ടെന്നാൽ അപവാദം കേൾക്കാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട്. പൊതുവേ പറയുകയാണെങ്കിൽ ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും. എങ്കിലും സമാധാനക്കുറവ് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ രാശി ലഗ്നക്കാർക്ക് ദോഷപരിഹാരമായി ഓം നമോ നാരായണായ നമോ എന്ന അഷ്ടോത്തരി മന്ത്രം ജപിക്കുക. പിന്നെ വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമ പാരായണവും ഒക്കെ ചെയ്യുക മൂലം ദോഷത്തിനൊക്കെ ശമനം ഉണ്ടാകുന്നതാണ്. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ
അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.